ആരും തികഞ്ഞവരല്ല, ആരും പൂർണ്ണരാകാൻ അർഹരുമല്ല. ആർക്കും ഒന്നും എളുപ്പമായി നടക്കുകയുമില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ളവർ എങ്ങനെയാണ് കടന്നുപോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. അതിനാൽ മറ്റുള്ളവരെ വിധിക്കുകയോ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് താൽക്കാലികമായി നിങ്ങളുടെ നാവുകൊണ്ടുള്ള യുദ്ധം നിർത്തുക. എല്ലാവരും അവരുടെ തനതായ രീതിയിലാണ് ജീവിക്കുന്നത്. കുറ്റബോധം വേണ്ട. ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോൾ നിരാകരിക്കാവുന്നതാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിർബന്ധിക്കപ്പെടുമ്പോൾ നോ പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. കുറവുകളും അപൂർണതകളും ഉണ്ടെന്ന തോന്നലുണ്ടെങ്കിൽ വിഷമം വേണ്ട. ആരും പൂർണ്ണരല്ല. ചില ദിവസങ്ങളിൽ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മടിയനാണെന്ന് അർത്ഥമില്ല. നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ കുറ്റബോധം വേണ്ട. നിങ്ങളുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് ഒരു തെറ്റായ കാര്യമല്ല. സൈക്കോളജി പറയുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഒരുപാട് ചിരിക്കുന്ന ആൾ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ വളരെ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഒരാൾ ഒരുപാട് സമയം ഉറങ്ങുന്നു എങ്കിൽ അയാൾ ദുഃഖിതനാണ്. അതുപോലെ ഒരാൾ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പക്ഷേ വേഗത്തിൽ അയാൾ സംസാരിക്കുന്നു എങ്കിൽ അയാൾ രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്നയാളാണ്. ഒരാൾ പറയാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാൾ ഒരു ദുർബലനായ വ്യക്തിയാണ്. ഒരാൾ അന്തം പോയ രീതിയിൽ കഴിക്കുന്നു എങ്കിൽ അയാൾ നല്ല ടെൻഷനുള്ള ആളാണ് എന്നതാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുന്ന ഒരു വ്യക്തി വളരെ നിഷ്കളങ്കനും ലോലഹൃദയനുമാണ്. ഒരാൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം പിടിക്കുന്ന ആളാണെങ്കിൽ അതിനർത്ഥം അയാൾ സ്നേഹം ലഭിക്കാത്ത ആളും അത് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുമാണ്. ചിലർക്ക് അവഗണിക്കാൻ പ്രത്യേകിച്ച് കാരണം ഒന്നും ആവശ്യമില്ല. ചിലർ അസൂയ കൊണ്ട് അവഗണിക്കും. തന്നെക്കാൾ മികച്ചത് എന്ന് തോന്നിയാൽ ചിലർ അവഗണിക്കും. നമ്മളെക്കാൾ മികച്ച ഒരാളെ കിട്ടിയെന്ന് തോന്നിയാൽ ചിലർ അവഗണിക്കുന്നു. ചിലർ സ്നേഹം അഭിനയിച്ച് മനസ്സുകൊണ്ട് അവഗണിക്കും. ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും ഞാൻ കാരണം അവൻ രക്ഷപ്പെടരുത് എന്നോർത്ത് അവഗണിക്കും. നമ്മളെ അവഗണിക്കുന്നവർക്ക് യഥാർത്ഥ സ്നേഹമോ ആത്മാർത്ഥതയോ കാണില്ല. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. നേരിട്ട് ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഇടപെടാതിരിക്കുക. ഈ ലോകം ഞാനില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകുമെന്ന് തിരിച്ചറിയുക. ഇഷ്ടമില്ലാത്ത ആളുകളെ ഓർക്കാതിരിക്കുക. പ്രിയമുള്ള അവരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക. കുറ്റങ്ങളുടെ പുറകെ പോകാതിരിക്കുക. ഒരു നാൾ ഇവിടെ വിട്ടു പോകേണ്ടവരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുകയും ചെയ്യുക. അപ്പോൾ ചുറ്റും ഉള്ളതിനെ സ്നേഹിക്കാൻ തോന്നും. കുഞ്ഞു കുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. ചിരിക്കാൻ കിട്ടുന്ന അവസരവും കരയാൻ കിട്ടുന്ന അവസരവും ഭാഗ്യം എന്ന് തിരിച്ചറിയുക. സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക.